ചികിത്സ വേണ്ടത് ഡോക്ടർക്ക്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് നവജാത ശിശുവിന്റെ കൈ തളർന്നു പോയതായി വീണ്ടും പരാതി. ആര്യാട് പഞ്ചായത്തിൽ രമ്യ അഗേഷ് ദമ്പതികളുടെ കുഞ്ഞിന്റെ കൈയാണ് ഞരമ്പുകൾക്ക് പരിക്കുപറ്റി തളർന്നു പോയത്. വാക്വം ഡെലിവറിയിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തതാണ്. ആരോപണ വിധേയായ ഡോക്ടർ പുഷ്പയാണ് എന്നാണ് കുടുംബം പറയുന്നത്. ഗുരുതര സംഭവം ചൂണ്ടിക്കാട്ടി കുട്ടിയുടെ രക്ഷിതാക്കൾ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി. ആ ഡിസ്ചാർജ് സമ്മറി പോലും ഒന്നും എഴുതിയിട്ടില്ല, വെറും ബ്ലാങ്ക് ആയി കിടക്കുക. വെറും ഇത്രയും സ്ട്രിക്ട് ലേബറായിട്ട് അതൊന്നും മെൻഷൻ ചെയ്തിട്ട് പോലും ഇല്ല. ഇവർക്ക് അതൊന്നും മെൻഷൻ ചെയ്യുന്ന പോലും ഇല്ല. പിന്നെ എന്ത് പറയാനാണ് മാഡം? നമ്മുടെ അടുത്ത് ഇപ്പം മാഡത്തിനോട് വിശ്വാസം ഉള്ളതുകൊണ്ട് മാഡം പറയുന്നു 3 മാസം ഇല്ല 6 മാസം കൊണ്ട് ശരിയാവും, കൊച്ചിൻ്റെ കൈ റെഡിയാവും എന്ന് പറയാൻ നേരത്ത് നമ്മളൊരു ഡോക്ടറെ കൊടുക്കുന്ന നമ്മളൊരു ഇതുണ്ട്. ഡോക്ടറായാലും ഇതിന് മുമ്പും ആ വർഷം 3 പിള്ളേർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം ഈ പരാതിയാണ് എന്നോടൊന്ന് പറഞ്ഞിട്ട് പോയില്ലേ. അതിനുശേഷം ആ 2 പേരെയും ഞാനിവിടെ ഒന്ന് വരുത്തി കണ്ടു. അവർ 2 പേരും മെഡിക്കലായിട്ട് ഇരിക്കുകയാണ്, യാതൊരു പ്രശ്നവുമില്ല. കാരണം ഇഞ്ചുറിയുടെ ആ ഒരു എമൗണ്ട് ഇത് ഇദ്ദേഹത്തിൻ്റെ മാസം തന്നെ ഒരു കുട്ടി, പിന്നെ അല്ലാതെ ഒരു കുട്ടി, 3 പേർക്കായിരുന്നു ആ ഒരു എൻ്റെ വർഷത്തിൽ. നമുക്ക് മൊത്തം 2200ഓളം ഡെലിവറി ഉണ്ടായിരുന്നു. അതിൽ 3 പേർക്കാണ് ഈ കൈക്ക് പ്രോബ്ലം ഉണ്ടായത്. അല്ല, അതിന് മുന്നേ ഇവർക്കെതിരെ റിപ്പോർട്ടുണ്ട്. അതിന് മുന്നേ ഇവർക്കെതിരെ 3-4 നെഗ്ലിജൻസ് ഓൾറെഡി നെഗ്ലിജൻസ് ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വെക്കുന്നത്? ഞാൻ കൊച്ചുങ്ങൾക്ക് ഇതുപോലെയാണോ അദ്ദേഹം ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ എനിക്ക് മെഡിക്കൽ സയൻസിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇത് ശരിയാവുന്നുള്ളത് കുറച്ച് സമയം കൊണ്ട് റിവേഴ്സിബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ആ കൊച്ചുങ്ങളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഫംഗ്ഷൻ നടത്തി ഞാൻ 2 പേരും വിളിച്ചായിരുന്നു. അപ്പോൾ അവർ 2 പേരും വിളിച്ചു കൊടുത്തു. ഇപ്പോൾ കേട്ട ശബ്ദ സംഭാഷണം ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ സൂപ്രണ്ട് ഡോക്ടർ ദീപ്തിയുടേതാണ്. പ്രസവത്തിനിടയിൽ ഞരമ്പുകൾക്ക് പരിക്ക് പറ്റി കൈ തളർന്നു പോയ കുഞ്ഞിന്റെ അച്ഛൻ വിഷ്ണുവിനോട് ഡോക്ടർ പറയുന്നത് പ്രകാരം 1.5 വർഷം മുമ്പ് വിഷ്ണുവിന്റെ കുഞ്ഞിന് പ്രസവ സമയത്ത് പരിക്ക് പറ്റിയ അതേ കാലയളവിൽ ഡോക്ടർ പുഷ്പ പ്രസവമെടുത്ത 3 കുട്ടികൾക്ക് കൈയുടെ ചലനശേഷിയെ ബാധിക്കുന്ന ബ്രാക്കിൽ പ്ലെക്സസ് ഇഞ്ചുറി സംഭവിച്ചിരുന്നതായി വ്യക്തമാണ്. ഇനി 58 ദിവസം മാത്രം പ്രായമുള്ള ഈ കുഞ്ഞിനെ ഒന്ന് കാണണം. കഴിഞ്ഞ ഒക്ടോബർ 2-നാണ് രമ്യ ആഗേഷ് ദമ്പതികൾക്ക് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നത്. രമ്യയെ ചികിത്സിച്ചിരുന്നത് പ്രസവ സംബന്ധമായി നിരവധി കേസുകളിൽ ആരോപണ വിധേയായ ഡോക്ടർ പുഷ്പയായിരുന്നു. ഡോക്ടറിന് ഓവർ ധൃതിയും സ്പീഡും എനിക്ക് അങ്ങനെ മൊത്തം സ്പീഡാ, ധൃതിയും സ്പീഡുമാണ് ഡോക്ടറിന്റെ. ഒരു സമാധാനമായിട്ട് സമയം എടുത്ത് ചെയ്യാനായിട്ട് ആ ഡോക്ടറിന് സമയമില്ല. പുലർച്ചെ മുതൽ രാത്രി വരെ പ്രസവ വേദന കൊണ്ട് ബുദ്ധിമുട്ടിയ രമ്യയെ ശസ്ത്രക്രിയക്ക് വിധേയയാക്കാനുള്ള നിർദ്ദേശം ഉണ്ടായില്ല. ഒടുവിൽ അവശയായപ്പോൾ വാക്വം ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തു. പിന്നീട് സംഭവിച്ചത് കുടുംബം പറയും. പ്രസവത്തിന് വെളുപ്പിന് 3:30 കഴിഞ്ഞ് 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് മരുന്ന് കിട്ടതാണ്. ഒരുപാട് വേദന എടുത്ത് എനിക്ക് സർവീസിന് സെന്റിമീറ്റർ ആയിട്ടില്ലായിരുന്നു. ഒരു വൈകിട്ടായിട്ട് ഉച്ചയായിട്ട് 1 സെന്റിമീറ്റർ ഒക്കെ ഉള്ളായിരുന്നു. വികസനം ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ അവർ ഫസ്റ്റ് ഡെലിവറി നോർമൽ ഡെലിവറി ആയതുകൊണ്ട് മാക്സിമം നോക്കട്ടെ എന്ന് വെച്ചുകൊണ്ടിരുന്നു. അപ്പം തന്നെ നമുക്ക് ശാരീരികമായിട്ടും ഞാൻ മാനസികമായിട്ടും എനിക്ക് പ്രസവിക്കാനുള്ള ഒരുപാട് അവിടെ കിടന്ന് വേദന നിന്ന് നമ്മുടെ ശരീരത്തിന് പ്രസവിക്കാനായിട്ടുള്ളൊരു ശക്തി ഇല്ലാതായിപ്പോയി. ആ സമയത്തേക്ക് പിന്നെ ഫുള്ളായപ്പോഴത്തേക്ക് ലേബർ കോട്ടിലോട്ട് കയറ്റുന്നതിന് മുമ്പ് വാക്വം ഇട്ട് എനിക്ക് ഫോളിയസ് കാത്തീറ്റർ ഇട്ടൊക്കെ വെച്ചിരിക്കുകയായിരുന്നു അവർ. അത് കഴിഞ്ഞ് പിന്നെ അനസ്തറ്റോളജിസ്റ്റിനെയൊക്കെ വിളിച്ച് പറഞ്ഞേക്ക് അഥവാ എന്തെങ്കിലും ഓപ്പറേഷൻ വല്ലതും വേണമെങ്കിൽ ചെയ്യാവുന്ന അത് ആ 8 മണി വരെ നോക്കട്ടെ എന്ന് പറഞ്ഞു. രാവിലെ എന്നെ കിടത്തിയതാണ്. അതിനു മുന്നേ ഉള്ള അപ്പുറത്ത് ബെഡിൽ കിടന്ന പിള്ളേരൊക്കെ സിസേറിനൊക്കെ പോയായിരുന്നു. ഞാൻ അവിടെ നിന്ന് മാക്സിമം നോക്കട്ടെ, ആദ്യത്തെ ഡെലിവറി അല്ലായിരുന്നു എന്ന് പറഞ്ഞ് നോക്കി ഇരുന്ന് അവസാനമായപ്പോഴത്തേക്ക് എനിക്ക് ലേബർ കോട്ടി കഴിച്ചപ്പോൾ എനിക്ക് സംഭവിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ശ്വാസം നന്നായിട്ട് കിട്ടുന്നതായിരുന്നു. കുറച്ച് പേര് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ശ്വാസം കുറയുമ്പോൾ നീ മുകളിലോട്ടും ശ്വാസം എടുക്കണമെന്ന് പറഞ്ഞു. കുറെ പേര് പറഞ്ഞ് പുഷും ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തപ്പോഴത്തേക്ക് കൊച്ചിൻ്റെ തല ഇവിടെ വരെ വന്നു കഴിഞ്ഞ്
വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്കൊരു എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടല്ല ചെയ്തപ്പോൾ ഇങ്ങനെ ഫണ്ടൽ പ്രഷറൊക്കെ തോന്നിയിരുന്നെങ്കിൽ പെട്ടെന്ന് അങ്ങനെ നോർമൽ ഡെലിവറി ആയി പോയത്. അതിന് മുന്നേ അവർ വാക്ക് വിട്ട് അങ്ങ് എടുത്തു. അങ്ങനെയായിരുന്നു. ഇങ്ങനെ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കുട്ടിക്ക് കൈക്ക് പ്രശ്നമുണ്ടെന്ന് എപ്പോഴാണ് മനസ്സിലാവുന്നത്? അവർ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ കുഞ്ഞ് അധികം അനക്കില്ലായിരുന്നു. പീഡിയാട്രീഷ്യൻ എല്ലാവരും വന്ന് നോക്കിക്കഴിഞ്ഞ് എന്നോട് വന്നിട്ട് പറഞ്ഞ് രമ്യ പെൺകുഞ്ഞാണ്, ഇന്നപോലെ കൈക്ക് ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. പ്രസവത്തെ തുടർന്ന് വലതു കൈയിലേക്കുള്ള ഞരമ്പുകൾക്ക് പരിക്ക് പറ്റിയ കുഞ്ഞ് കൈ ഉയർത്തുകയോ മറ്റൊന്നും ചെയ്യുകയോ ചെയ്യില്ല. പേശികൾക്ക് ബലമില്ലാത്ത വിധം തളർന്നു കിടക്കുകയാണ്. നവജാത ശിശുവിന് സംഭവിച്ചത് പ്രസവ സമയത്തുണ്ടായ പരിക്കാണെന്ന് മെഡിക്കൽ കോളേജിലെ ചികിത്സാ രേഖകൾ വ്യക്തമാക്കുന്നു. പ്രസവ സമയത്ത് നാഡികൾക്ക് പരിക്ക് പറ്റിയ ബ്രാക്കിയൽ പ്ലെക്സസ് ഇഞ്ചുറി മൂലമുണ്ടായ എറിബ്സ് പാൾസിയാണ് കുഞ്ഞിനെന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിയാട്രീഷ്യൻ റഫറൻസ് ഷീറ്റിൽ കുറിച്ചിരിക്കുന്നു. ഇനിയാണ് ഏറ്റവും വലിയ കള്ളക്കളി. വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവ സംബന്ധമായി ചികിത്സയിലിരിക്കെ തന്നെ പലതവണ ജനറൽ ആശുപത്രിയിലെ ഓർത്തോപീഡിയാട്രിക് വിഭാഗത്തിലേക്ക് ഈ നവജാത ശിശു റഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഡിസ്ചാർജ് സമ്മറിയിൽ കുട്ടിയുടെ നാഡികൾക്കേറ്റ പരിക്കോ റഫർ ചെയ്യപ്പെട്ടതിനെ പറ്റിയോ എവിടെയും കുറിക്കപ്പെട്ടിട്ടില്ല. രേഖകൾ പ്രകാരം രമ്യയുടെ കുട്ടി പൂർണ്ണ ആരോഗ്യവാനാണ്. ചീട്ട് അവിടെ കൈക്ക് പ്രശ്നം, അപ്പൊ തന്നെ കൈക്ക് പ്രശ്നമുണ്ട്, കൊണ്ട് അവിടെ കൊണ്ട് കാണിക്കുന്നു പോവാന്ന് പറഞ്ഞിരുന്നു. അംഗവൈകല്യത്തോടെ കുഞ്ഞു ജനിച്ച സംഭവം. ജനനസമയത്തെ പരിക്കിൽ 1.5 വയസ്സുകാരന് കൈയുടെ ചലനശേഷി ഇല്ലാതായ കേസ്. പ്രസവ നിർത്തൽ ശസ്ത്രക്രിയക്കിടയിൽ യുവതി മരിച്ച സംഭവം. ഇത്തരം പരാതികളിൽ പോലീസും ആരോഗ്യ വകുപ്പും ആരോപണ വിധേയായ ഡോക്ടർക്കെതിരെ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് അത്യന്തം സങ്കടകരമായ ഗുരുതരമായ വീഴ്ചയുടെ പുത്തൻ കഥകൾ വനിതാ ശിശു ആശുപത്രിയെ സംബന്ധിച്ച് തെളിവ് സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പൊതുജനാരോഗ്യ രംഗത്ത് ആശുപത്രികൾ പേരിന് മാത്രമുള്ള ജില്ലയാണ് ആലപ്പുഴ. നിരാലംബരായ മനുഷ്യരുടെ നിസ്സഹായാവസ്ഥയെ ചൂഷണം ചെയ്താണ് ആരോഗ്യവകുപ്പും സർക്കാരും ആരോപണ വിധേയരായവരെ സംരക്ഷിച്ചു പോകുന്നത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരണ്യ, അതേ ആശുപത്രി, അതേ ഡോക്ടർ, 4ാമത്തെ സംഭവമാണ് ആശുപത്രിയെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് കുഞ്ഞിന്റെ കുടുംബം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? അശ്വതി, ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ കണ്ടത് കഴിഞ്ഞ ഒക്ടോബർ 2-ന് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ ജനിച്ച കുഞ്ഞാണ്, പെൺകുഞ്ഞാണ്. ഈ കുഞ്ഞിന്റെ വലത് കൈയാണ് നേരത്തെ 1.5 വയസ്സുകാരന്റെ അച്ഛൻ പരാതി ഉന്നയിച്ചതിന് സമാനമായ സാഹചര്യത്തിൽ ഇപ്പോൾ തളർന്നുപോയ അവസ്ഥയിൽ ആ രക്ഷിതാക്കൾക്ക് കിട്ടിയത്. അതായത് കുട്ടിയെ വാക്വം ഡെലിവറിയിലൂടെയാണ് പുറത്തെടുത്തത്. ഈ കേസുകൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് റിപ്പോർട്ട് ചെയ്തതാണ്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ സ്വദേശിയായ 1.5 വയസ്സുകാരൻ വിഹാന്റെ സമാനമായ അവസ്ഥ തന്നെയാണ് ഈ കുഞ്ഞിന് സംഭവിച്ചിരിക്കുന്നത്. വിഹാനെയും വാക്വം ഡെലിവറിയിലൂടെയാണ് അന്ന് 1.5 വർഷം മുമ്പ് ഡോക്ടർ പുഷ്പ പുറത്തെടുക്കുന്നത്. ഈ പുറത്തെടുക്കുന്ന ഘട്ടത്തിൽ കുട്ടിയുടെ തോളലിന് പരിക്കേൽക്കുകയും തോളലിനോട് ചേർന്നുള്ള ഞരമ്പുകൾക്ക് പരിക്കേൽക്കുകയും ആ ഒരു ബ്രാക്കിയൽ പ്ലെക്സസ് ഇഞ്ചുറി എന്ന് പറഞ്ഞ നാഡീഞരമ്പുകൾക്ക് പരിക്ക് പറ്റുന്ന ക്ഷതം കുട്ടികൾക്ക് ഏൽക്കുകയും ചെയ്യുന്നു. തുടർന്ന് എറിബ്സ് പാൾസി എന്ന രോഗാവസ്ഥയിലേക്ക് കുട്ടികൾ മാറുന്നു. അതായത് കൈക്ക് ഞരമ്പുകൾ പരിക്കേൽക്കുന്നത് കൊണ്ട് തന്നെ താഴത്തേക്കുള്ള കൈയുടെ ഭാഗത്തിന് ചലനശേഷി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് വാക്വം ഡെലിവറിയിൽ കൃത്യമായി ഡെലിവറി എടുത്തില്ലെങ്കിൽ സ്വാഭാവികമായും ഇങ്ങനെയുള്ള പരിക്ക് കുട്ടികൾക്കുണ്ടാകും. തുടർന്ന് നാഡീഞരമ്പുകൾക്ക് തളർച്ച സംഭവിക്കുകയും പിന്നീട് അത് ചുരുങ്ങി കൈയുടെ ചലനശേഷി നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ കേസുകളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസുകൾ ആരോപണ വിധേയായ ഡോക്ടർ ഒരാൾ തന്നെയാണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തു
പുറത്തുവിട്ട ശബ്ദ സംഭാഷണത്തിൽ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ സൂപ്രണ്ടായ ഡോക്ടർ ദീപ്തി തന്നെ പറയുന്നുണ്ടായിരുന്നു, ഈ 1.5 വയസ്സുകാരനായ വിഹാന്റെ അതേ സമയത്ത് ഡെലിവറി എടുത്തിരുന്ന 3 കുട്ടികൾക്ക് കൂടി സമാനമായ പരിക്കുകൾ ഏറ്റു എന്നുള്ള കാര്യം അവർ സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ആ ആശുപത്രി അധികൃതർ കൂടി സ്ഥിരീകരണം നമ്മൾ കണക്കിലെടുത്താൽ ഇങ്ങനെ സംഭവിക്കുന്ന ഡോക്ടർ പുഷ്പയുടെ 4ാമത്തെ കുട്ടിയാണ് ഇത് എന്നുള്ളതാണ്. ആരോഗ്യ വകുപ്പ് ഇതിനകത്ത് എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി നിൽക്കേണ്ടത്. കാരണം ഈ കുട്ടികൾക്ക് ഇത്തരത്തിൽ തോളലിന്റെ കഴുത്തിനോട് ചേർന്നുള്ള നാഡികൾക്ക് വാക്വം ഡെലിവറിയിൽ പരിക്കേൽക്കുന്നുവെന്നും കുട്ടികൾ റെഫർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ഒക്കെയുള്ള റെഫറൻസ് രജിസ്റ്ററിലടക്കം മൊത്തം രേഖകളും ആശുപത്രിയിലുള്ളപ്പോൾ ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴ സൗത്ത് പോലീസ് 1.5 വയസ്സുകാരനായ വിഹാന്റെ അച്ഛന്റെ പരാതിയിൽ ഡോക്ടർ പുഷ്പയ്ക്കെതിരെ ഈ കുട്ടിയുടെ കൈ തളർന്നു പോയ സംഭവത്തിൽ കേസെടുത്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി, അതായത് 1.5 വർഷം മുമ്പ് നടന്ന സംഭവമല്ല, 58 ദിവസത്തിന് അത്രയും ആവുന്നുള്ളൂ ആ കുഞ്ഞിന്റെ ഡെലിവറി കഴിഞ്ഞിട്ട്, ആ കുട്ടിയുടെ കേസാണ് ഇപ്പോൾ നമ്മൾ പുറത്ത് കൊണ്ടുവരുന്നത്. ഇതിനകത്തൊക്കെ തന്നെയും മെഡിക്കൽ കോളേജിലെ ചികിത്സാ രേഖകളിലൊക്കെ ഈ എറിബ്സ് പാൾസിയാണ് കുട്ടിക്കുണ്ടായതെന്നും ബ്രേക്കൽ പ്ലെക്സസ് ഇഞ്ചുറിയാണ് കുഞ്ഞിന്, അതായത് വാക്വം ഡെലിവറി സമയത്തുണ്ടായ പരിക്കാണ് കുഞ്ഞിന്റെ ഇത്തരം ഒരു എറിബ്സ് പാൾസിയിലേക്ക് നയിച്ചതെന്നുമുള്ള റെഫറൻസ് രേഖകളിലടക്കം ഇത് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് WNC ആശുപത്രിയിൽ നിന്ന് നൽകിയ ഡിസ്ചാർജ് കാർഡിൽ ഈ കുട്ടിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ആശുപത്രിയിൽ ഈ കുട്ടിയുടെ അമ്മ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് തന്നെ പലതവണ ഈ കുഞ്ഞിനെ ഈ കൈയുടെ ചലനശേഷിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് മെഡിക്കൽ കോളേജിലേക്കും ഒപ്പം തന്നെ ജനറൽ ആശുപത്രിയിലെ ന്യൂറോ വിഭാഗത്തിലേക്ക്, പീഡിയാട്രിക് ന്യൂറോ വിഭാഗത്തിലേക്കും റെഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ റെഫർ ചെയ്ത രേഖകളൊന്നും ആ അത്തരം കോംപ്ലിക്കേഷൻ, നമുക്കറിയാം ഹെഡ് ടു ഫീറ്റ് ആണ് ഈ നവജാത ശിശുക്കളെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും നമ്മളുടെ ആശുപത്രിയിൽ പ്രസവത്തിനെത്തുമ്പോൾ അവിടെ രേഖപ്പെടുത്തേണ്ടത് ഈ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി തല മുതൽ കാൽപാദം വരെ രേഖപ്പെടുത്തേണ്ടതാണ്. കുട്ടിക്ക് ഒരു പ്രശ്നവുമില്ല, പൂർണ്ണ ആരോഗ്യവതിയാണ് എന്ന് എഴുതിയതിലൂടെ കൈ കഴുകുകയാണ് ആശുപത്രി ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാണ്. കൂടുതൽ വരും മണിക്കൂറുകളിൽ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്.